26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ഞങ്ങളിവിടെ നിന്ന് ഏകദേശം ഒരു 11:30 ഇറങ്ങി 5:30 അവിടെ എത്തി. വൃക്കയാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയത്. യാത്ര മധ്യേ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. കാരണം പോലീസിൻ്റെ എസ്കോർട്ട് ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഏറ്റവും വലിയ പോലീസിൻ്റെ എസ്കോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു. പിന്നെ വേറെ ആരും നമ്മൾ ഈ പരിപാടിയിൽ ക്ഷണിച്ചിട്ടില്ല. കാര്യം വെച്ചാൽ വേറെ ഒരുപാട് പേര് ഇതിന് നമ്മൾ എസ്കോർട്ട് തരാം, അല്ലെങ്കിൽ വേറെ റോഡ് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ അവോയ്ഡ് ചെയ്തു. പോലീസിനെ മാത്രം സപ്പോർട്ടോടുകൂടിയാണ് ഈ മിഷൻ ചെയ്തത്. നല്ലൊരു അനുഭവമായിരുന്നു. ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു. ഇങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിലേക്ക് 5.5 മണിക്കൂർ കൊണ്ട് ഇങ്ങനെ ഒരു പേഷ്യൻറ്റിനെ ഇതൊന്നും ബ്രെയിൻ ഡെത്ത് ഉണ്ടെന്നും അത് പിറ്റേന്ന് രാവിലെ കോഴിക്കോട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് കോൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം സമയം വിളിച്ച 1 മണിക്കൂർ കൊണ്ട് വിളിച്ചായിരുന്നു. രാവിലെ ആയപ്പോൾ അവർ വിളിച്ച് ഞങ്ങൾ കാര്യം പറഞ്ഞ് നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു. അപ്പോൾ അവർ ആദ്യം പറഞ്ഞ് തരാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് നമ്മൾ പോലീസിനെ അറിയിച്ചാണ് ചെയ്യുന്നത്. കാര്യം ഇങ്ങനെയുള്ള കേസുകൾ ചെയ്യുമ്പോൾ നമ്മൾ ലീഗലായിട്ട് ചെയ്യില്ലാതെ ബാക്കിയുള്ള ഈ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ ലാസ്റ്റ് എന്തെങ്കിലും ആക്സിഡൻറ്റ് അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവരാരും കൈയാക്കൂല. പക്ഷേ നമ്മൾ തന്നെ ഓടുന്ന ഡ്രൈവറും ഇവരും തന്നെ പ്രതിയാവുകയും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടന്ന ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ, ആ ഒരു പേഷ്യൻറ്റിനെ കിഡ്നി അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അവിടെ നിന്ന് ഡ്രൈവേഴ്സ് എല്ലാം കൂടെ ചാനലുകാരെല്ലാം കൂടെ ഒക്കെ വിളിച്ച് വരുത്തി ചെയ്ത് അവസാനം റൂട്ട് മാറി വേറെ അടുത്ത് കയറിപ്പോയി. അവസാനം ഞാനറിഞ്ഞ ആ ഡ്രൈവർ എടുത്തുകൊണ്ട് പോയ ഡ്രൈവർ അവസാനം പ്രതിയാവേണ്ട ഒരു സാഹചര്യം വന്നു. കാര്യം ഡോക്ടേഴ്സ് അങ്ങനെ ഒരു സംവിധാനത്തിൽ കൊണ്ടെത്തി. കാര്യം ഇത് എത്തുന്ന ഒരു ഡ്രൈവർ ആവശ്യമുള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ അതിനകത്ത് വേറെ എന്താണ് സംഭവിക്കണമെന്ന് പറയാം. നമ്മൾ ലീഗലായിട്ട് തന്നെ ചെയ്തത്. നമ്മൾ എല്ലാ കാര്യം നമ്മൾ പോലീസ് ഒരു ആലോചിച്ച് തന്നെ ചെയ്യണം. തമിഴ്നാട് സ്വദേശിയല്ല, അത് യഥാർത്ഥ ഹൈദരാബാദ് സ്വദേശിയാണ്. അത് തമിഴ്നാട് സ്വദേശി തിരുവനന്തപുരം സ്വദേശി നമ്മൾ ചുമ്മയാണ്. ഞങ്ങളത് പിറ്റേ ദിവസം ആണത് ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. പിറ്റേ ദിവസം ഞങ്ങൾ തന്നെയാണ് ഇത് ബോഡി ഇവിടെ നിന്ന് കയറ്റി എംബാം ചെയ്ത് ഹൈദരാബാദിലേക്ക് വിട്ടത്. തിരുവനന്തപുരം വെച്ച് ആക്സിഡൻ്റ് ആയെന്നുള്ളതേ ഉള്ളൂ. കാരണം അവർ അച്ഛനൊക്കെ പിറ്റേ ദിവസം ഒരു ദിവസം ഫുള്ള് ഇവിടെ നമ്മളെ ഓഫീസിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. കുട്ടിയാണ്. അതൊരു സൈക്കിൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ ആക്സിഡൻ്റ് ആയതാണ്. അവിടെ നിന്ന് നേരെ കിംസിലോട്ട് കൊണ്ടുവന്നു. അവിടെ നിന്ന് വെച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. ഞങ്ങൾക്ക് കോളുന്ന സമയത്ത് ഈ ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല. ഇങ്ങനെ കോളുണ്ടായിരുന്നു. അപ്പോൾ ആ പയ്യൻ തന്നെ നമ്മളെ വണ്ടി കൂടെ വന്നത്. അതൊരു നേഴ്സാണല്ലേ, അവിടുത്തെ ഹോസ്പിറ്റൽ നേഴ്സ് എന്തോ ആണ്. പുള്ളി തന്നെ ഇവിടെ നിന്ന് അങ്ങറ്റം പുള്ളി തിരിച്ചില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ ട്രെയിനില ഫ്ലൈറ്റില ബസ്സിലെന്തോണം വന്നത്. ഇല്ലാതെ മാത്രമാണ് ഓടി വന്നത്. നമ്മളിങ്ങനെ ഒരു സാഹചര്യങ്ങൾ ഇത് യഥാർത്ഥത്തിൽ ഇത് പറയുന്നത് വെച്ചാൽ ഒരു ട്രാഫിക് സിനിമ എന്താ, അതാണ് എൻ്റെ ഒരു വാസ്തവം. റിസ്ക് എടുക്കാനായിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇതെല്ലാം ഫ്ലൈറ്റില എയറോപ്ലെയിനിൽ ഇതിലാണ് പോയിക്കൊണ്ടിരുന്നത്. റോഡ് മാർഗം എനിക്ക് തോന്നുന്നത് കുറേ നാളായി. ഞങ്ങൾ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ഒരു പേഷ്യൻറ്റിന് എറണാകുളത്തെ പ്രൈവറ്റ് ആശുപത്രിയിൽ ഇത് റെഡിയായെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ആ പേഷ്യൻ്റ് തന്നെ എന്നെ വിളിച്ചു. അത് നെടുമങ്ങാടെന്നായിരുന്നു പോകാനായിട്ട്. ഞങ്ങൾ അന്ന് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ ഇത് ചെയ്തു, ട്രാഫിക്കിൽ വിളിച്ച് പറഞ്ഞു. അന്ന് കുറച്ച് ഇത് കിട്ടി. പക്ഷേ ഇത് മൊത്തം അങ്ങ് അറ്റം വരെ പോലീസ് പൈലറ്റ് ഉണ്ടായിരുന്നു. ഈ മുഖ്യമന്ത്രിക്ക് പോകുന്ന കണക്ക് അവിടെ വെച്ച് ഓരോ വണ്ടി കയറി കോഴിക്കോട്. അപ്പം കൊല്ലത്തെമ്പം അതാതെത്തുമ്പം ഓരോരോ അല്ല, ഇവിടെ നമ്മൾ ഇതുവഴിയാണ് പോയത്. MC റോഡ് കയറി ഇവിടെ നിന്ന് നേരെ കൊട്ടാരക്കര, അടൂർ അങ്ങനെ കയറിയാണ് പോയത്. ഇത് പലതും നടക്കാറുണ്ട്, പുറത്തറിയാത്തതാണ്. ഇതിപ്പം ഇങ്ങനെ ഒരു കേസായത് അന്ന് അവിടെ ചാനലുകാരും ഒക്കെ വന്നതുകൊണ്ട് ഇത് പുറത്തറിഞ്ഞ്. നമ്മൾ ദൈനംദിനം ചെയ്യുന്ന കാര്യമായതുകൊണ്ട് നമ്മൾക്ക് വരുന്നത് കൂടുതലും മെഡിക്കൽ കോളേജിൽ നിന്നുള്ളതാണ് കൂടുതൽ വരുന്നത്. ഇത് കിംസിലോട്ട് ഉള്ളത് ഇത് ആദ്യമായിട്ടാണ് നമ്മൾക്ക് വന്നത്. നമ്മൾ കൂടുതലും മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുപോകുന്നത്, എയർപോർട്ടിൽ കൊണ്ടുപോകുന്നതും അങ്ങനെ ഒക്കെ വരുന്നുള്ള കേസുകൾ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലാണ് ഇത് കൂടുതൽ നടക്കുന്നത്. അതുവഴിയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പം കുറച്ച് എനിക്ക് വേണ്ടത് ഒരു 10 വർഷമായിട്ട് നമുക്ക് അങ്ങനെ ഒരു കേസുകൾ വളരെ കുറവാണ്. ആദ്യം ഇത്രയും ഒരു ലോങ് ദൂരം ഇങ്ങനെ ഒരു വന്നതും ഒരു പോലീസിൻ്റെ സഹായത്തിന് ആംബുലൻസിൻ്റെ ഡ്രൈവറുടെയും റിസ്കിൽ ഇത് കൊണ്ടെത്തിക്കാൻ പറ്റിയത് ആദ്യമായിട്ടാണ്. ഡിലേ ആകുമെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ പോലീസിൻ്റെ എസ്കോർട്ട് ഉണ്ടായിരുന്നുകൊണ്ട് റോഡിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു. പിന്നെ മെയിനായിട്ട് ബ്ലോക്ക് വരുന്ന ജംഗ്ഷനുകളെല്ലാം അവർ തന്നെ നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പം പിന്നെ വേറെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ സാധാ പോകുന്നത് പോലെ ടെൻഷൻ അടിച്ച് വണ്ടി ഓടിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു. ഇപ്പോൾ എസ്കോർട്ട് വണ്ടി ഉള്ളതുകൊണ്ട് നമ്മളെ മൈൻഡ് ഫ്രീ ആയിരുന്നു. അപ്പോൾ അതനുസരിച്ച് അങ്ങ് കയറി പോകാനുള്ള ഇതുണ്ടായിരുന്നു, കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പൈലറ്റ് വണ്ടി ഉള്ളത് കൊണ്ട് സാധാരണ ഓട്ടങ്ങൾ പോകുമ്പോൾ പോലെയുള്ള ടെൻഷനില്ല. അതായത് നമ്മൾ റോഡ് നോക്കണം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കി ഒറ്റയ്ക്ക് പോകുമ്പോഴത്തേക്ക് അങ്ങനെയാണ്. ഇപ്പോൾ പൈലറ്റ് വണ്ടി ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള റിസ്ക് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ കോളുകൾ അങ്ങനെ അണ്ണൻ പറഞ്ഞ പോലെ ഫോണും കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. എന്തെങ്കിലും അത്യാവശ്യത്തിന് അങ്ങനെ ഇവിടുന്ന് വേറെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ കൂടെ ഇരുന്ന ഒരു പയ്യനുണ്ടായിരുന്നു, ആ പയ്യനോട് കോൾ എടുത്ത് സംസാരിക്കുന്നത്. ഫോണൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഒന്നും നിർത്തുന്നില്ല. അതുകൊണ്ട് തന്നെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ അതുകൊണ്ട് ഇത്രയും വേഗത്തിലെത്താൻ പറ്റി. പിറ്റേ ദിവസം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞ് ഓക്കെ ആണെന്നാണ് പറഞ്ഞത്. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 8 വർഷമായി ഇവിടെ വന്ന്. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇത്രയും ദൂരെ ഇങ്ങനെ അഭയം കൊണ്ടുപോകുന്ന ആദ്യമായിട്ടാണ്. അതല്ലാണ്ട് വേറെ ഒരുപാട് എമർജൻസികൾ നേരത്തെ ഓടിയിട്ടുണ്ട്. ഇത്രയും ദൂരം ഇങ്ങനെ പോകുന്നത് ആദ്യമായിട്ടാണ് പൈലറ്റോട് കൂടിയൊക്കെ പോകുന്നത്. ഞാൻ 32 വർഷമായി തുടങ്ങിയിട്ട്. ഞങ്ങൾ ഇത് വെച്ച് നോക്കി ഉണ്ടെങ്കിൽ അന്നൊക്കെ ഒരു ആംബുലൻസ് മൊബൈലൊന്നും ഇല്ലാത്ത കാലഘട്ടങ്ങളാണ്. അന്ന് എൻ്റെ വീട്ടിൽ ലാൻഡ് ഫോണിൽ അവിടെ ആരെങ്കിലും വണ്ടിക്ക് വിളിച്ച് അവിടെ നിന്ന് അവിടെയുള്ള ഒരാൾ ഓട്ടോറിക്ഷ പിടിച്ച് 4 കിലോമീറ്റർ ഉണ്ട് അപ്പുറത്താണ് വീട്. അവിടെ നിന്ന് ഇവിടെ വന്ന് പറഞ്ഞ് വണ്ടി പോകുന്ന സാഹചര്യമാണ്. ഇപ്പോൾ ഇതെല്ലാം ഒരു വെൽത്തുമ്പിലെത്തി എന്നുള്ള സംവിധാനത്തിലേക്കായി. ഞങ്ങൾ ഇത് ഇപ്പോൾ അറിയാതെ ഒരുപാട് കേസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഒരു പ്രാധാന്യം വരാത്തതല്ലാതെ അങ്ങനെയൊന്നും അറിയാത്തത് കൊണ്ടാണ്. ഇത് രഹസ്യ സ്വഭാവമുള്ള ഒരു സംഭവമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.